ഒരു സീനിൽ പോലും ക്യാമറ അടങ്ങിയിരിക്കുന്നില്ല, ചെറിയൊരു ബ്രീത്ത് എന്തായാലും ഉണ്ട്. ഈ സ്റ്റാറ്റിക് മാറ്റി ഡൈനാമിക് ആക്കാൻ കാര്യം എന്തായിരുന്നു ത്രൂ ഔട്ട്? എൻ്റെ ക്യാമറമാൻ കുറച്ചുകൂടെ കയ്യിൽ ഷോൾഡറിൽ ക്യാമറ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അല്ലാതെ ഒരു എക്യുപ്മെൻറ്റ് വെക്കുന്നതിനേക്കാളും രസമാണ് അവൻ്റെ അങ്ങനത്തെ ഇത്. അപ്പോൾ ആ ടോട്ടൽ ക്രെഡിറ്റ് ഞാൻ അവന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഈ കോൺവെർസേഷൻ ഇച്ചിരി ബിസി ഫീൽ ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്രീത്തിങ് പരിപാടി പിടിക്കുന്നത്. അപ്പം 4 തൊട്ടാണ് ഇച്ചിരി കൊമേഴ്ഷ്യൽ അങ്ങനത്തെ കട്ട്സ് വരുന്നത്. അപ്പോൾ അതുവരെ ഈ 3 എപ്പിസോഡ് ശരിക്കും പിടിച്ചിരുത്തേണ്ടത് ഫ്രെയിംസും പിന്നെ ഈ പറഞ്ഞ പോലെ മഹേഷേട്ടൻ്റെ എഡിറ്റിങ്ങുമാണ്. കാരണം കോൺവെർസേഷൻ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ബോറടിക്കല്. ആദ്യത്തെ 3 എപ്പിസോഡിൽ എല്ലാ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിഷയങ്ങളെല്ലാം ഒന്ന് ഫൗണ്ടേഷൻ വെക്കും. അതിനുശേഷമാണ് ആക്ച്വലി അന്വേഷണം തുടങ്ങുന്നത്. അപ്പം ആ 3 എപ്പിസോഡ് നമുക്കൊരു റിസ്ക് എലമെന്റ് വായിക്കുമ്പോഴും പറയും 3 തരണം പിന്നെ അതെ. അപ്പൊ അതിന്റെ മെയിൻ പങ്ക് ഈ ക്യാമറ എഡിറ്റ് എന്ന് പറയുന്ന സംഭവത്തിനുണ്ട്. കാരണം സ്ലോ മോഷൻ പോലും എനിക്ക് തോന്നുന്നു ഒറ്റ ഷോട്ടിൽ. കാരണം ഫസ്റ്റ് സീസണിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 എപ്പിസോഡിലെ കണ്ടന്റേ ഉള്ളായിരുന്നു. അന്ന് 5ഉം 6ഉം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേക്കിങ്ങിൽ ഈ പറഞ്ഞ പോലെ സ്ലോ മോഷൻ കാരണം ഇച്ചിരി അതിപ്രസറിലും ഉണ്ടായിരുന്നു മേക്കിങ്ങിൽ. അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഞാൻ ബാബുലിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇത് ഇൻറ്റൻസാണ്. അപ്പം ഞാൻ ഇതിനോട് ഒരു 60-70% നീതി പുലർത്തും. ഇത്രയും എനിക്ക് കിട്ടണം ഇവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. നമുക്ക് അങ്ങനെ സ്ലോ മോഷൻ ഷോട്ടുകളൊന്നും യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല ആക്ച്വലി. അതായത് ഇപ്പം ഒരു റിയാക്ഷൻ സാധനം വരുന്ന സാധനം ഒരു മിക്സാണ് രണ്ടിൻ്റെയും.